ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ റോഹിത്. കൊമേഴ്സിലെ ഓപ്ഷണൽ പേപ്പർ ആയിട്ടുള്ള മാത്തമാറ്റിക്സിലെ ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 5 ക്വസ്റ്റ്യൻസ് പഠിച്ച് എക്സാമിന് പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് മുഴുവൻ മാർക്കും കിട്ടും എന്ന് ഞാൻ എവിടെയും പറയാൻ പോകുന്നില്ല. ഇൻ്റഗ്രൽസ് എന്ന് പറയാൻ നിങ്ങൾക്കറിയാം, വലിയൊരു ചാപ്റ്ററാണ്. എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ്. അതിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട 5 ക്വസ്റ്റ്യൻസ് ആണിത്. അല്ലാതെ ഇത് പഠിച്ചു പോയാൽ മുഴുവൻ മാർക്കും കിട്ടുന്നതല്ല ഈ ഒരു വീഡിയോയുടെ മീനിങ്. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. പക്ഷേ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതാണ് പോയിന്റ്. ഇത് എക്സാമിന് ചോദിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ 5 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് ഇറങ്ങാലോ. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ഓഫ് 1 - sin x by cos square x dx. ആ കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താലോ. അപ്പോൾ എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഓഫ് 1 - cos square x dx മൈനസ് ഇൻ്റഗ്രൽ ഓഫ് sin x by cos square x dx. ഓക്കെ, അതിൽ തന്നെ ഇൻ്റഗ്രൽ ഓഫ് 1 cos square x എന്താ? 1 cos square x എന്താ? 1 cos x എന്താ? sec x. അപ്പോൾ 1 cos square x sec square x dx ആണ്. ഓക്കെ അല്ലേ? ഇനി മൈനസ് ഇൻ്റഗ്രൽ ഓഫ് സൈൻ ബൈ കോസ് സ്ക്വയർ ആണ്. ആക്ച്വലി സൈൻ ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ഇൻറ്റു കോസ് അല്ലേ? കോസ് ഇൻറ്റു കോസാണ്. അതിൽ സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആയി. പിന്നെ അടിയിൽ വീണ്ടും ഒരു കോസ് എക്സ് ഉണ്ട്. അപ്പോൾ 1 cos x എന്താ? 1 cos x സീക്ക് എക്സ് ആണ്. സീക്ക് എക്സ്. ഓക്കെ, ഇനി നോക്ക് ഇൻ്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്താ മക്കളെ? ഇൻ്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണ്. അതേ മൈനസ് ഇത് പറ ഇൻ്റഗ്രൽ ഓഫ് ടാൻ എക്സ് സീക്ക് എക്സ് എന്താ? ഇൻ്റഗ്രൽ ഓഫ് ടാൻ എക്സ് സീക്ക് എക്സ് സീക്ക് എക്സ് ആണ്. കഴിഞ്ഞു. പ്ലസ് സിയും കൂടെ ഇട്ടെടുത്താൽ ആൻസറായി. ഇത്രയേ ഉള്ളൂ പരിപാടി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. ഇൻ്റഗ്രൽ ഓഫ് 2x × sin of x² + 1 dx. x² + 1 നമ്മൾ t എന്ന് കൊടുക്കുന്നു. x² + 1 = t ആയിട്ട് എടുക്കുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x dx = dt എന്ന് വരും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ക്വസ്റ്റ്യൻ = ഇൻ്റഗ്രൽ ഓഫ് എന്താ? ഇൻ്റഗ്രൽ ഓഫ് sin of x² + 1 ഉണ്ട് അല്ലേ? അത് ആദ്യം എഴുതാം. sin of x² + 1 പകരം t എന്ന് കൊടുക്കുക. അപ്പോൾ sin t. പിന്നെ നോക്ക് 2x dx ഉണ്ട് അല്ലേ? 2x dx കൊണ്ടുണ്ട്. 2x dx എന്താ? dt. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് sin t dt എന്ന് വരും. ഇൻ്റഗ്രൽ ഓഫ് sin t എന്താടാ? ഇൻ്റഗ്രൽ ഓഫ് sin t എന്താ? മൈനസ് കോസ് t ആണ്. ഇൻ്റഗ്രൽ ഓഫ് sin t എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് t ആണ്. അതേ പ്ലസ് സി ഉണ്ടാവും, കോൺസ്റ്റൻ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി ആ ടീൻ്റെ വാല്യൂ നിങ്ങൾ തിരിച്ചു കൊടുക്കുക. മൈനസ് ഓഫ് കോസ് ഓഫ് ടി അല്ലേ? ടി എന്ന് പറഞ്ഞാൽ എത്രയാ? x² + 1 മൈനസ് ഓഫ് കോസ് ഓഫ് x² + 1 പ്ലസ് സി. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് x by 1 + x² dx. സിമ്പിളാണ്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ടാൻ ഇൻവേഴ്സ് x നിങ്ങൾ ടി കൊടുക്കുക. ടാൻ ഇൻവേഴ്സ് x = t. ടാൻ ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 + 1 + x². 1 + 1 + x² dx = അപ്പുറത്ത് dt വരും അല്ലേ? അപ്പോൾ dx by 1 + x² എന്ന് പറഞ്ഞാൽ dt ആണ്. dx by 1 + x² എന്ന് പറഞ്ഞാൽ dt ആണ്. അപ്പോൾ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സോ ഇൻ്റഗ്രൽ ഓഫ് എന്ത് വരും? സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ടി ആണ്. ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം ടി വരും. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം ടി. പിന്നെ dx by 1 + x² പകരം dt കൊടുക്കാം, dt. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് സൈൻ ടി dt എന്ന് വന്നു. ഇൻ്റഗ്രൽ ഓഫ് സൈൻ ടി എന്താ? മൈനസ് കോസ് ടി. ഇൻ്റഗ്രൽ ഓഫ് സൈൻ ടി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. മൈനസ് കോസ് ടി ആണ്. മൈനസ് കോസ് ടി പ്ലസ് സി, അഥവാ മൈനസ് കോസ് ഓഫ് ടിക്ക് പകരം ആ വാല്യൂ കൊടുക്കുക. ടിക്ക് പകരം ഏത് വാല്യൂ കൊടുക്കുക? ടാൻ ഇൻവേഴ്സ് എക്സ് കൊടുക്കുക. പ്ലസ് സി, മൈനസ് ഓഫ് കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. 1/x ഇൻ്റഗ്രൽ ഓഫ് 1/x² - 16 dx. എടാ, ഇൻ്റഗ്രൽ ഓഫ് 1/x² - a² എന്ന് പറഞ്ഞാൽ 1/2a log mod of x - a/x + a പ്ലസ് സി ആണ്. അപ്പോൾ ഇവിടെ 16 പകരം എനിക്ക് എന്ത് എഴുതാം? x² - a² എന്നുള്ള ഫോമിലാണ് കണ്ടത്. അപ്പോൾ 16 പകരം എനിക്ക് 4ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. 16 മാറ്റി 4ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? എ എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ? സി, ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇൻ്റഗ്രൽ ഓഫ് 1/x² - 4² എന്ന് എഴുതാം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 4 ആണ്. അങ്ങനെയാണ് ഇക്വേഷൻ എന്താ വരിക? നമ്മുടെ ആൻസർ എന്താ വരിക? ലാസ്റ്റ് 1/2a. 1/2 × എക്ക് പകരം എന്താ? എക്ക് പകരം 4 അല്ലേ? അപ്പോൾ 1/2 × 4 log of mod x - 4/x
എക്സ് പ്ലസ് 4 പ്ലസ് സി. ഓക്കെ, ഇനി 1/2 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 × 4 എന്താ? 1/8. 1/8 ലോഗ് മോഡ് എക്സ് മൈനസ് 4/എക്സ് പ്ലസ് 4 പ്ലസ് സി. കഴിഞ്ഞു പരിപാടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഡി എക്സ് ആണ്. എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഡി എക്സ് പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഹൈലൈറ്റ്. ഇതിൽ എക്സും ലോഗ് എക്സും ആണ് നമുക്കുള്ള രണ്ട് ഫംഗ്ഷൻസ്. അതിൽ എക്സ് എന്ന് പറഞ്ഞാൽ ആൾജിബ്രിക് ആണ്, ലോഗ് എന്ന് പറഞ്ഞാൽ ലോഗരിതമിക് ആണ്. എൽ ആണ് ലോഗരിതമിക്. ഇതിൽ ഏത് ആദ്യം വരുന്നത്? എൽ ആണോ എ ആണോ ആദ്യം വരുന്നത്? ഇതിൽ എൽ ആണ് ആദ്യം വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് എ വരുന്നത്. അപ്പോൾ എൽ ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. പ്രൊഡക്റ്റ് റൂൾ എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു അല്ലെങ്കിൽ ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ജസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. ഇങ്ങനെയാണ് വരിക ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയോ, ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് അല്ലേ? ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് എന്താ? എക്സ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ്. സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് അല്ലേ? അപ്പോൾ എക്സ് ഡി എക്സ്. ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/x ആണ്. 1/x എഴുത്ത് വരുന്നില്ല. 1/x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താ? സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അതിന് പുറത്തൊരു ഡി എക്സും. ഓക്കെ അല്ലേ? കഴിഞ്ഞു. ഇനി നോക്കിക്കോ, ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്താ? x² മൈനസ് ഇനി 1/x ഇൻ്റഗ്രൽ ഓഫ് 1/x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് അതെന്താ? 1/x². x²/2 dx. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? ഇത് നമുക്ക് x²/2 ആദ്യം എഴുതാം. x²/2 നമുക്ക് ആദ്യം എഴുതാം. x²/2 ആദ്യം എഴുതി, അത് കഴിഞ്ഞിട്ട് log x എഴുതി. x²/2 log x. പിന്നെ മൈനസ് ആ ഇൻ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രൽ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മേലത്തെ x² ഒരു എക്സും താഴത്തെ ഒരു എക്സും കട്ടായി പോയി. അപ്പോൾ x/2 dx എന്ന് വന്നു. x/2 dxൽ 1/2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇൻ്റഗ്രലിനകത്ത് എന്താ വരിക? x dx വരും. x dx അഥവാ x²/2 log x മൈനസ് 1/2 ഓൾറെഡി ഉണ്ട്. പിന്നെ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്താ? ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? x²/2. ഓക്കെ, ഇൻ്റഗ്രൽ മൊത്തം പോയ സ്ഥിതിക്ക് പ്ലസ് സി ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വന്നു? x²/2 log x പ്ലസ് പിന്നെ 1 × x², സോറി പ്ലസ് അല്ല മൈനസ് അല്ലേ? മൈനസ് ആണ്. മൈനസ് 2 × 2 4 x²/4 പ്ലസ് സി എന്ന് വന്നു. ഫൈനൽ ആൻസർ കഴിഞ്ഞു. അപ്പോൾ ഇൻ്റഗ്രൽസിലെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 5 ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇത് പഠിച്ചിട്ട് നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ദാറ്റ്സ് ഓൾ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.